ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ ഓരോ ഇൻഡസ്ട്രിയിലും ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷനിൽ ടോപ്പിലുള്ള സിനിമകൾ. எந்த அளவுக்கு கௌரவம் மண்ணுக்கு தருமோ அந்த அளவுக்கு மண்ணு கௌரவத்தை நமக்கு திரும்ப தரும். ഫോർത്ത് പ്ലേസിൽ ഇന്ന് ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രികൾ മൊത്തം ചർച്ച ചെയ്യുന്ന ഒരു സിനിമ. മലയാള സിനിമയിൽ ഒരു പുതിയ യൂണിവേഴ്സിന്റെ തുടക്കം. വെറും ആഴ്ചകൾ കൊണ്ട് മലയാളത്തിലെ എല്ലാ റെക്കോർഡുകളും തകർത്ത പടം ലോക ചാപ്റ്റർ 1. ലോ ബഡ്ജറ്റിൽ റിലീസായ ഒരു വമ്പൻ ഐറ്റം. 30 കോടി ബഡ്ജറ്റിൽ റിലീസായ പടം വേൾഡ് വൈഡ് 270 കോടിക്ക് മുകളിൽ വാരിക്കൂട്ടി ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. എന്നെ ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വിളിപ്പിച്ചേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അറിയില്ല. തേർഡ് പ്ലേസിൽ 2010 ശങ്കറിന്റെ സംവിധാനത്തിൽ റിലീസായ സിനിമയാണ് എന്തിരൻ. അന്ന് വരെയുള്ള എല്ലാ റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ട് തമിഴ് സിനിമയെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയ ചിത്രം. തുടർന്ന് 8 വർഷങ്ങൾക്ക് ശേഷം ഇതിനൊരു രണ്ടാം ഭാഗം വരുന്നു എന്നറിഞ്ഞപ്പോൾ ജനങ്ങൾ ഒന്നടങ്കം ആവേശത്തിലായിരുന്നു. എന്നാൽ എന്തിരൻ തന്ന സാറ്റിസ്ഫാക്ഷൻ തരാൻ 2.0ക്ക് സാധിച്ചില്ല. പക്ഷേ ഇപ്പോഴും തമിഴ് സിനിമയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ 2.0 തന്നെയാണ്. இந்த நம்பர் 1 நம்பர் 2 எல்லாம் பாப்பா விளையாட்டு. സെക്കൻഡ് പ്ലേസിൽ KGF ചാപ്റ്റർ 2. കന്നഡ ഇൻഡസ്ട്രിയുടെ തന്നെ തലവര മാറ്റിയ ചിത്രം. 2018 KGFന്റെ ആദ്യ ഭാഗം യാതൊരു ഹൈപ്പും ഇല്ലാതെ വന്ന് ബോക്സ് ഓഫീസിൽ നിന്ന് 250 കോടി കളക്ഷൻ നേടി ബ്ലോക്ക് ബസ്റ്ററായി മാറി. ശേഷം KGF എന്ന സിനിമാ പ്രേമികൾക്കിടയിൽ ഒരു തരംഗമായി മാറി. തുടർന്ന് 4 വർഷത്തിന് ശേഷം അതിന്റെ രണ്ടാം ഭാഗം റിലീസാവുന്നു. കൊടുത്ത ഹൈപ്പിന് 100% നീതി പുലർത്തിയ സിനിമയാണ് KGF ചാപ്റ്റർ 2. 100 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ 1250 കോടിയാണ് വാരിക്കൂട്ടിയത്. ഫസ്റ്റ് പ്ലേസിൽ 2015 ഇന്ത്യൻ സിനിമാ ലോകം തന്നെ അന്നുവരെ കാണാത്ത ബ്രഹ്മാണ്ഡ ചിത്രം. സിനിമാ പ്രേമികളെ ഒന്നടങ്കം ഞെട്ടിച്ച ബാഹുബലി റിലീസാവുന്നു. ജനങ്ങൾ ഇതുപോലൊരു സിനിമ ഇതിനു മുൻപും ശേഷവും കണ്ടിട്ടില്ല. അന്ന് ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു ബാഹുബലി ദ ബിഗിനിങ് എന്ന സിനിമയുടെ ക്ലൈമാക്സ്. ആ ഒരൊറ്റ ക്ലൈമാക്സ് കൊണ്ട് രാജമൗലി തന്റെ സിനിമയുടെ രണ്ടാം ഭാഗത്തിന് കൊടുത്ത ഹൈപ്പ് ചില്ലറയല്ല. പിന്നീട് ജനങ്ങൾ ഒന്നടങ്കം ഇതിന്റെ രണ്ടാം ഭാഗത്തിനായുള്ള കാത്തിരിപ്പായിരുന്നു. 2017 ബാഹുബലിയുടെ രണ്ടാം ഭാഗം റിലീസാവുന്നു. സിനിമയ്ക്ക് മേൽ കൊടുത്ത ഹൈപ്പിനും ജനങ്ങളുടെ കാത്തിരിപ്പിനും ഫുൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ പടം. 250 കോടി ബഡ്ജറ്റിൽ വന്ന പടം 1800 കോടിക്ക് മുകളിലാണ് വാരിക്കൂട്ടിയത്. സ്ത്രീകളുടെ മേൽ കൈവച്ചാൽ വെട്ടി അരിയേണ്ടത് വിരലുകളല്ല, തലയാണ്.